Okay, dear student, welcome to online class. Today we are going to discuss factors of atmospheric pressure and wind. Atmospheric pressure and wind. അന്തരീക്ഷ മർദ്ദവും കാറ്റുകളും എന്നുള്ള ചാപ്റ്ററാണ്. നേരത്തെ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഭാഗം നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ് നമ്മൾ എടുത്തു കഴിഞ്ഞു. രണ്ടാമത്തെ ക്ലാസ് നമ്മൾ എടുക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് വിൻഡ്, അന്തരീക്ഷ മർദ്ദവും കാറ്റും എന്നുള്ളതാണ്. നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് കാറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, മേ ഐ നോ വാട്ട് ഈസ് വിൻഡ്? എന്താണ് കാറ്റ്? The horizontal movement of the air is called wind. വായുവിന്റെ തിരശ്ചീനമായ ചലനത്തെ വിളിക്കുന്ന പേരാണ് കാറ്റ്. The horizontal movement of the air is called wind. Wind always blowing from high pressure to low pressure. ഉയർന്ന മർദ്ദത്തിൽ നിന്നും താഴ്ന്ന മർദ്ദത്തിലേക്കാണ് കാറ്റ് വീശുക. ലോ ടെമ്പറേച്ചർ ടു ഹൈ ടെമ്പറേച്ചർ. വിൻഡ് ഓൾവേസ് ബ്ലോയിങ് ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ. കാറ്റ് ഉയർന്ന മർദ്ദത്തിൽ നിന്നും താഴ്ന്ന മർദ്ദത്തിലേക്കാണ് കാറ്റ് വീശുക. കാറ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നിരന്തരം നമ്മളൊക്കെ അനുഭവിക്കുന്നതാണ് കാറ്റ്. കാറ്റ് എപ്പോഴും വീശുക ബേസിക് ആണ്, അതൊരിക്കലും മാറുന്നില്ല. ഉയർന്ന മർദ്ദത്തിൽ നിന്നും താഴ്ന്ന മർദ്ദത്തിലേക്ക്, ഹൈ പ്രഷർ ടു ലോ പ്രഷർ. ദ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് ദ എയർ ഈസ് കാൾഡ് വിൻഡ്. ഹൊറിസോണ്ടൽ, തിരശ്ചീനമായ ഈ ഒരു കാറ്റിന്റെ ചലനത്തെ വിളിക്കുന്ന പേരാണ് കാറ്റ്. വായുവിന്റെ ചലനത്തെ വിളിക്കുന്ന പേരാണ് കാറ്റ്. കാറ്റ് ആ പേര് കൊടുക്കുന്നത്, ദ നെയിം ഓഫ് ദ വിൻഡ് ഈസ് ഗിവൺ ഓൺ ദ ബേസിസ് ഓഫ് ഒറിജിൻ. കാറ്റിന് പേര് കൊടുക്കുന്നത് എവിടെ നിന്നാണ് ഒറിജിൻ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് കാറ്റിന് പേര് കൊടുക്കുക. നമുക്കറിയാം പലപ്പോഴും പല കാറ്റുകളും പല സ്ഥലത്തു നിന്നാണ് വീശുന്നത്. പക്ഷെ കാറ്റിന് പേര് കൊടുക്കുന്നത്, നോർത്ത് നിന്ന് വീശുന്ന കാറ്റിന്റെ പേര് നോർത്തേൺ വിൻഡ് അല്ലെങ്കിൽ നോർത്ത് വിൻഡ്, സൗത്ത് നിന്നാണെങ്കിൽ സൗത്ത് വിൻഡ്. അതിന്റെ അർത്ഥം അത് സൗത്ത് നിന്നാണ്. വെസ്റ്റ് നിന്നാണെങ്കിൽ വെസ്റ്റ് വിൻഡ്, സൗത്ത് വെസ്റ്റ് ആണെങ്കിൽ സൗത്ത് വെസ്റ്റ് വിൻഡ്. തെക്ക് പടിഞ്ഞാറൻ കാറ്റ് എന്ന് വിളിക്കാൻ കാരണം അത് തെക്ക് പടിഞ്ഞാറിന്ന് വീശുന്നതുകൊണ്ടാണ്. വടക്ക് കിഴക്ക് എന്ന് വിളിക്കാൻ കാരണം അത് വടക്ക് കിഴക്ക് എന്ന് വീശുന്നതുകൊണ്ടാണ്. ഓക്കെ, കാറ്റുകൾക്ക് പേര് കൊടുക്കുന്നത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാറ്റിന് പേര് കൊടുക്കുന്നത്. ഡിയർ സ്റ്റുഡന്റ്, വിൻഡ് എല്ലാ സ്ഥലത്തും ഒരേപോലെയാണോ? ദ ഡയറക്ഷൻ, ദ സ്പീഡ് ഓഫ് ദ വിൻഡ് ഈസ് നോട്ട് സെയിം. ഇറ്റ് വേരീസ് പ്ലേസ് ടു പ്ലേസ്, റീജിയൻ ടു റീജിയൻ. കാറ്റിന്റെ വേഗതയും ദിശയും എല്ലാ സ്ഥലത്തും ഒരേപോലെ അല്ല. എന്താണ് കാറ്റിന്റെ വേഗതയെയും ദിശയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം? പ്രധാനമായിട്ടും 3 ഫാക്ടേഴ്സാണ്, 3 ഘടകങ്ങളാണ് കാറ്റിന്റെ വേഗതയെ, കാറ്റിന്റെ സ്പീഡിനെ, കാറ്റിന്റെ ഡയറക്ഷനെ, അതിന്റെ ദിശയെ സ്വാധീനിക്കുന്നത്. നമുക്കറിയാം, ചില സമയത്ത് ഒരു സൈഡിൽ നിന്ന് കാറ്റ് വരുന്നു, ചില സമയത്ത് മറ്റൊരു സൈഡിൽ നിന്ന് കാറ്റ് വരുന്നു. എന്താണ് ഇതിന്റെ കാരണങ്ങൾ? ചിലപ്പോൾ നല്ല സ്ട്രോങ് ആണ്, ചിലപ്പം വളരെ കാറ്റ് ഉണ്ടാവില്ല, ഇളം കാറ്റായിരിക്കാറ് ഉണ്ടാവുക. എന്താണ് ഇതിന്റെ കാരണങ്ങൾ എന്നുള്ളതൊക്കെ പ്രധാനമായിട്ടും 3 ഘടകങ്ങളാണുള്ളത്. പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ്, കോറിയോലിസ് ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്. വൺ ഈസ് മർദ്ദ ചെരിയുമാന ബലം, കോറിയോലിസ് ബലം, മൂന്നാമത്തെ ഘർഷണ ബലം. ഈ 3 ഘടകങ്ങളാണ് കാറ്റിന്റെ വേഗതയും ദിശയും സ്വാധീനിക്കുന്നത്. ഒന്നാമത്തത് പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ്, മർദ്ദ ചെരിയുമാന ബലം. Pressure gradient means the adjacent differences of pressures are called pressure gradient force. അടുത്തടുത്ത പ്രദേശങ്ങൾ തമ്മിലുള്ള മർദ്ദത്തിലുള്ള വ്യത്യാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ്. ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് വരക്കാം. നോക്കാം, ഇവിടുത്തെ ഇത് ഐസോബാർ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ സമമർദ്ദ രേഖയാണ്. ഈ സമമർദ്ദ രേഖ നോക്കാം, 750, 760, 770, 780. ഇവിടെ അടുത്തടുത്ത സ്ഥലങ്ങളാണ്. തൊട്ടടുത്തടുത്ത സ്ഥലങ്ങളിൽ മർദ്ദത്തിൽ ഭയങ്കരമായ വ്യത്യാസം സംഭവിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ വ്യത്യാസം. ഇനി വേറൊന്ന്, അതിന് പകരം വേറൊന്ന് ഞാൻ വരക്കാണ്. നോക്കൂ, വേറൊന്ന് 750, 760, 770 എക്സെട്ര.
ഇതിന്റെ അർത്ഥം ഇവിടെ അടുത്തടുത്താണ്. മർദ്ദത്തിലുള്ള വ്യത്യാസം ഇവിടെ അടുത്തടുത്താണ്. എന്നാൽ ഇവിടെ വളരെ അകലെയാണ്. അടുത്തടുത്ത് ഇവിടെ ഇതിന്റെ അർത്ഥം എന്താ വെച്ചാൽ പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് എന്ന ഇത്തരം സ്ഥലത്ത് അടുത്തടുത്ത് പ്രഷറിൽ ഡിഫറൻസസ് ഉണ്ടെങ്കിൽ അവിടെ പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് കൂടുതലേക്കാരം. അവിടെ തന്നെ വിൻഡിന്റെ ഹൈ സ്ട്രോങ് വിൻഡേക്കാരം. വെലോസിറ്റി വളരെ കൂടുതലേക്കാരം. വിൻഡിന്റെ സ്പീഡും വളരെ കൂടുതലേക്കാരം. സ്ട്രോങ് വിൻഡേക്കാരം. ഇവിടെ വിൻഡ് കാര്യമായിട്ട് കാറ്റുണ്ടാവില്ല. ഇവിടെ നോക്ക്, രണ്ട് പ്രഷർ ഐസോബാറുകൾ തമ്മിലുള്ള ദൂരം വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇവിടെ പ്രഷറിൽ വലിയ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഏറെക്കുറെ ഒരേപോലത്തെ പ്രഷറാണ് ഇവിടെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇവിടെ വിൻഡിന്റെ സ്പീഡ് വളരെ കുറവേക്കാരം. വളരെ ചെറിയ വിൻഡ്, ലെസ് സ്ട്രോങ് ആയിക്കാരം ഇവിടെ ഉണ്ടാവുക. കാര്യമായിട്ട് കാറ്റൊന്നും ഉണ്ടാവില്ല. ഇവിടെ പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് വളരെ കൂടുതലാണ്, ഇവിടെ പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് വളരെ കുറവാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഇവിടെ മർദ്ദം ചെരിമാന ബലം കൂടുതലാണ്, ഇവിടെ മർദ്ദ ചെരിമാന ബലം വളരെ കുറവാണ്. അതുകൊണ്ട് ഇവിടെ നല്ല സ്ട്രോങ് ശക്തമായ കാറ്റും ഇവിടെ ശക്തി കുറഞ്ഞ കാറ്റുമായിരിക്കും ഉണ്ടാവുക. ഇതാണ് പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് എന്നോട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് കോറിയോലിസ് ഫോഴ്സ്. കോറിയോലിസ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇത് നമുക്കറിയാം, ഫ്രാൻസിലുള്ള ഒരു സയന്റിസ്റ്റ് ആണ് കോറിയോലിസ് ഫോഴ്സ്. ഫ്രാൻസിലുള്ള ഒരു സയന്റിസ്റ്റ് ആണ് കോറിയോലിസ് ഫോഴ്സ്. കോറിയോലിസ് ഫോഴ്സ് ഫ്രാൻസിലുള്ള കാറ്റിനെ കുറിച്ചിട്ട് ഒരു നിരീക്ഷണം നടത്തി. ഇയാൾക്ക് കാറ്റ് ശക്തമായി അനുഭവപ്പെട്ടപ്പോൾ ഇയാൾ അതിനെ കുറിച്ചിട്ട് ഒരു നിരീക്ഷണം നടത്തിയ സമയത്ത്, ഒബ്സർവ് ചെയ്ത സമയത്ത് ഇയാൾ ആദ്യം നോർത്തേൺ ഹെമിസ്ഫിയറിലും പോയി, സദേൺ ഹെമിസ്ഫിയറിലും പോയി. നോർത്തേൺ ഹെമിസ്ഫിയറിൽ പോയിട്ട് അയാൾ കാറ്റിനെ പരിശോധിച്ചപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ നോർത്തിലേക്കും അതിൻ്റെ റൈറ്റിലേക്കും വലത്തോട്ടും, അതേപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയറിൽ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് അയാൾ പോയപ്പോൾ അയാളുടെ കാറ്റിൻ്റെ ദിശ ഇടത്തോട്ടുമാണ് എന്ന് അയാൾ മനസ്സിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളൊരു തിയറി, ഒരു സിദ്ധാന്തം, ഹൈപ്പോത്തസിസ്, ഒരു സിദ്ധാന്തം അയാൾ വെച്ചു. അയാൾ ഒരു ലോ കൊണ്ടുവന്നു. അതാണ് കോറിയോലിസ് ഫോഴ്സ്. അയാൾ പറയുന്നത്, ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദി എർത്ത് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ വിൻഡ് ഓൾവേസ് ബ്ലോയിങ് ഇൻ ടു റൈറ്റ് ആംഗിൾ, സദേൺ ഹെമിസ്ഫിയർ ഇൻ ടു ലെഫ്റ്റ് ആംഗിൾ. ഭൂമിയുടെ ഭ്രമണം മൂലം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകളുടെ സഞ്ചാരദിശ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ കാറ്റുകളുടെ സഞ്ചാരദിശ ഇടത്തോട്ടുമാണ് എന്നുള്ളതാണ് അയാളുടെ തിയറി. ഇതാണ് കോറിയോലിസ്. അതിന് പേരിട്ടു കോറിയോലിസ് ഫോഴ്സ്. ഇയാളിത് പറഞ്ഞത് അമേരിക്കക്കാർക്കൊന്നും അത്ര വലിയ ഇഷ്ടമായില്ല. അമേരിക്കക്കാർക്കൊന്നും വലിയ ഒരു താല്പര്യം വന്നില്ല. കാരണം അമേരിക്ക ആണല്ലോ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് എന്നുള്ള ആ രീതിയിൽ. അപ്പോൾ അമേരിക്കയിൽ എന്തെന്ന് വെച്ചാൽ ഒരു അഡ്മിറൽ ഫെറൽ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഈ കോറിയോലിസ് പറഞ്ഞ കാറ്റിനെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ പോയി. അങ്ങനെ അന്വേഷിക്കാൻ പോയ സമയത്ത് ഫെറലിന് മനസ്സിലായി കോറിയോലിസ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഫെറൽ കുറച്ചും കൂടി അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. എന്നെ ഡിഫൈൻ ചെയ്തു. ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദി എർത്ത് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ വിൻഡ് ഓൾവേസ് ബ്ലോയിങ് ഇൻ ടു ക്ലോക്ക് വൈസ് 1, 2, 3, 4, 5 റൈറ്റിക്ക് അങ്ങനെ പോകുന്നു. ക്ലോക്ക് വൈസ് റൈറ്റിക്ക്. ഇൻ സദേൺ ഹെമിസ്ഫിയർ ഇറ്റ് ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് 12, 11 നമുക്കറിയാം 12, 11, 10 അങ്ങനെ ലെഫ്റ്റ് ആംഗിൾ, ലെഫ്റ്റിലോട്ടാണ്, ഇടത്തോട്ടാണ് പോകുന്നത്. ഫെറൽ പറഞ്ഞു, ഉത്തരാർദ്ധഗോളത്തിൽ ഭൂമിയുടെ ഭ്രമണം മൂലം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റിന്റെ സഞ്ചാര ദിശ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലുമാണ് വീശുന്നത്. ഇതിനെ ഫെറൽ ലോ എന്നും അയാൾ ഇട്ടു. അപ്പോൾ ആ നിയമത്തിന്റെ പേര് ഫെറൽ നിയമം. ചുരുക്കി പറഞ്ഞാൽ കോറിയോലിസ് ബലവും ഫെറൽ നിയമം എന്ന് പറഞ്ഞതും ഒന്നാണ്. അപ്പോൾ നമുക്കൊക്കെ ചോദിക്കും, എന്താണ് കാറ്റ്? ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റ് വലത്തോട്ടേ വീശു, ദക്ഷിണാർദ്ധഗോളത്തിൽ കാറ്റ് ഇടത്തോട്ടേ വീശു. നോർത്തേൺ ഹെമിസ്ഫിയർ വിൻഡ് ഓൾവേസ് ഇൻ ടു റൈറ്റ് ആംഗിൾ, സദേൺ ഹെമിസ്ഫിയർ ഇൻ ടു ലെഫ്റ്റ് ആംഗിൾ. അത് അങ്ങനെ വീശു. എന്താ അങ്ങനെ കാരണം ചോദിച്ചാൽ കോറിയോലിസ് ഫോഴ്സ് ആണ്. ഈ ഫോഴ്സ് കണ്ടെത്തത് കോറിയോലിസ് ആണ്. അതുകൊണ്ടാണ് ആ ബലം അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം. മൂന്നാമത്തത് ഫ്രിക്ഷണൽ ഫോഴ്സ്, ഘർഷണ ബലം. നമ്മളൊക്കെ കേട്ടതാണ് ഘർഷണം. നമുക്കൊക്കെ അറിയാം, ഭൗമോപരിതലത്തിലൊക്കെ എല്ലാ സ്ഥലത്തുകളിലും നമ്മളൊക്കെ ഘർഷണ ബലത്തിന്റെ ഭാഗമാണ്. ഏതൊരു വസ്തുവും തമ്മിൽ നമ്മളൊരു ഘർഷണ ബലമുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഘർഷണ ബലം സാധാരണഗതിയിൽ നമുക്കറിയാം, നിരപ്പായ സ്ഥലങ്ങളാണെങ്കിൽ
ഫ്ലാറ്റായ സർഫേസ് ആണെങ്കിൽ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതലായിരിക്കും. അപ്പം വിൻഡിന്റെ വെലോസിറ്റി വളരെ കൂടുതലായിക്കാരം, വിൻഡിന്റെ സ്പീഡ് വളരെ കൂടുതലായിക്കാരം. എന്നാൽ ഇറഗുലർ ടോപ്പോഗ്രഫി, നിമ്നോന്നത മേഖല, തടസ്സങ്ങളുള്ള പ്രദേശങ്ങളാണെങ്കിൽ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് വളരെ കൂടുതലായിക്കാരം. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെ കാറ്റിന്റെ ശക്തി വളരെ കുറവായിരിക്കും. ഒന്നുകൂടി, ഫ്രിക്ഷണൽ ഫോഴ്സ്, ഫ്ലാറ്റ് ടോപ്പോഗ്രഫി ആണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് കാറ്റിന്റെ വിൻഡിന്റെ വെലോസിറ്റി, വിൻഡിന്റെ സ്പീഡ് വളരെ കൂടുതലേക്കാരം, കാറ്റ് ഭയങ്കര കാറ്റേക്കാരം. എന്നാൽ തടസ്സങ്ങളുള്ള സ്ഥലങ്ങളാണെങ്കിൽ, നിമ്നോന്നത ടോപ്പോഗ്രഫി, ഇറഗുലർ ടോപ്പോഗ്രഫി ആണെങ്കിൽ, ഏറ്റക്കുത്തനുള്ള സ്ഥലങ്ങളാണ്, മലയും കുന്നും അങ്ങനെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതലേക്കാരം. അതുകൊണ്ട് വിൻഡിന്റെ സ്പീഡ് വളരെ കുറവേക്കാരം. സാധാരണഗതിയിൽ നമുക്ക് പറയാം, ബീച്ചിലേക്ക് പോകുമ്പോൾ നല്ല കാറ്റ് കിട്ടുന്നു. എന്താ കാരണം? ബീച്ചിലേക്ക് കിട്ടുമ്പോൾ ബീച്ച് ഫ്ലാറ്റായ നിരപ്പായ സ്ഥലമാണ്. അതുകൊണ്ട് ഘർഷണ ബലം വളരെ കുറവാണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് കുറവാണ്, നല്ല സ്ട്രോങ് വിൻഡാണ്. എന്നാൽ പാടത്തും അതേപോലെ ഗ്രൗണ്ടിലൊക്കെ നമുക്ക് നല്ല കാറ്റ് കിട്ടുന്നു. അവിടെ എന്താ? നിരപ്പായ സ്ഥലമാണ്, ഘർഷണ ബലം വളരെ കുറവാണ്. എന്നാൽ നമ്മളെ വീടിന്റെ ഉള്ളില്, റൂമിന്റെ ഉള്ളില്, ക്ലാസ് റൂമിന്റെ ഉള്ളില് ഇവിടൊക്കെ എന്താ പ്രശ്നം? ഇവിടെ ഇറഗുലർ ടോപ്പോഗ്രഫി, ചുറ്റും തടസ്സങ്ങളാണ്, അവിടെ ഘർഷണ ബലം കൂടുതലാണ്. അതുകൊണ്ട് കാറ്റിന്റെ ശക്തി വളരെ കുറവാണ്, കാറ്റ് കാര്യമായിട്ട് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഈ 3 ഘടകങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് വിൻഡിന്റെ വെലോസിറ്റിയിലും ഒക്കെ മാറ്റം, വിൻഡിന്റെ കാറ്റിന്റെ വേഗതയിലും ദിശയിലും ബാധിക്കുന്നു. നോക്കുക, ഈ 2 എണ്ണം, പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സും, ഈ 2 എണ്ണം ഇത് കാറ്റിന്റെ സ്പീഡിനെ സ്വാധീനിക്കുന്നു. എന്നാൽ കോറിയോലിസ് ബലം അതിന്റെ ദിശയെയാണ് സ്വാധീനിക്കുന്നത്. ഒന്ന് മാത്രം ഇത് ദിശയാണ് എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദിശ ഡയറക്ഷനാണ്, ഡയറക്ഷനെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത്. മറ്റത് ഇത് രണ്ടും സ്വാഭാവികമായിട്ട് അത് സ്പീഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 1, 3 സ്പീഡിനെ കുറിച്ചും ഇത് ഡയറക്ഷനെ കുറിച്ചിട്ടുമാണ് പറയുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഇൻ ദ വിൻഡ്, സ്പീഡ് ആൻഡ് ഡയറക്ഷൻ, കാറ്റിന്റെ വേഗതയും ദിശയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അപ്പൊ എന്താണ് വിൻഡിന്റെ വേഗതയും ദിശയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്, ഇവിടെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് വിൻഡിന്റെ ടൈപ്സ് ആണ്. വിവിധ തരം കാറ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാറ്റുകൾ നിങ്ങൾക്കറിയാം, ഒരുപാട് കാറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് കാറ്റ് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതേതൊക്കെ തരത്തിലുള്ള കാറ്റുകളാണ്, വിൻഡുകളാണ് നമ്മളുടെ മുമ്പിലുള്ളത്? നോക്കുക, വിൻഡിനെ പ്രധാനമായിട്ടും 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. പ്ലാനറ്ററി വിൻഡ്, സീസണൽ വിൻഡ്, വേരിയബിൾ വിൻഡ്, ലോക്കൽ വിൻഡ്. പ്ലാനറ്ററി വിൻഡ് സ്ഥിരവാദം, സീസണൽ വിൻഡ് കാലികവാദം, വേരിയബിൾ വിൻഡ് അസ്ഥിരവാദം, ലോക്കൽ വിൻഡ് പ്രാദേശികവാദം. പ്ലാനറ്ററി വിൻഡിനെ വീണ്ടും തരംതിരിക്കാണ്. ട്രേഡ് വിൻഡ് വാണിജ്യവാദം, വെസ്റ്റേർലിസ് പശ്ചിമവാദം, ഈസ്റ്റേർലിസ് ഓർ പോളാർ വിൻഡ് ധ്രുവീയവാദം അല്ലെങ്കിൽ പൂർവ്വവാദം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി നോക്കുക, സീസണൽ വിൻഡ് അതിനെ വീണ്ടും തരംതിരിക്കാണ്. മൺസൂൺ വിൻഡ്, സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ്, മൺസൂൺ കാറ്റ്, സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ് കടൽക്കാറ്റും കരക്കാറ്റും, മൗണ്ടൈൻ ബ്രീസ് ആൻഡ് വാലി ബ്രീസ് പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും. ഇനി നോക്കുക, വേരിയബിൾ വിൻഡ്, വേരിയബിൾ അസ്ഥിരാണ്, സ്ഥിരല്ല. സൈക്ലോൺ ആൻഡ് ആന്റി സൈക്ലോൺ, ചക്രവാതം പ്രതിചക്രവാതം, നമ്മളെ ചുഴലിക്കാറ്റൊക്കെ ഉണ്ട് അതിൽ പെട്ടതാണ്. ചക്രവാതം പ്രതിചക്രവാതം. ഇനി പ്രാദേശികവാദങ്ങൾ, ലോക്കൽ വിൻഡ്സ്. പ്രാദേശികവാദങ്ങൾ ചിനൂക്ക്, ഫൊൻ, ഹാർമട്ടൺ, ലൂ, മാംഗോ ഷവർ, കാൽ ബൈശാഖി. ഓരോ കാറ്റിന്റെ അതാത് പ്രദേശത്ത് നൽകുന്ന പേരുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇനി പഠിക്കാനുള്ളത്. ഓക്കെ, ഇതാണ് പ്രത്യേകം ഒന്നുകൂടി സ്ഥിരവാദം. ഫസ്റ്റ് ഓഫ് ഓൾ പ്ലാനറ്ററി വിൻഡ്, ആ പേരിൽ തന്നെ ഉണ്ട്. പെർമനന്റ് വിൻഡ്, ഗ്ലോബൽ വിൻഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പെർമനന്റ് വിൻഡ്, പ്ലാനറ്ററി വിൻഡ്, അങ്ങനെയൊക്കെയാണ് ഈ പേര്. സ്ഥിരവാദം നമുക്കറിയാം. ദീസ് വിൻഡ്സ് ആർ ബ്ലോയിങ് ത്രൂ ഔട്ട് ദ ഇയർ സെയിം ഡയറക്ഷൻ വിത്തൗട്ട് എനി ചേഞ്ച്. 2 അർദ്ധഗോളത്തിലും യാതൊരു മാറ്റവുമില്ലാതെ, യാതൊരു മാറ്റമില്ലാതെ, യാതൊരു ചേഞ്ചസും ഇല്ലാതെ, ഡയറക്ഷൻ ചേഞ്ചസും ഇല്ലാതെ സ്ഥിരമായിട്ട് വീശുന്ന കാറ്റാണ് പ്ലാനറ്ററി വിൻഡ് ഓർ പെർമനന്റ് വിൻഡ് ഓർ ഗ്ലോബൽ വിൻഡ്. സ്ഥിരവാദം എന്ന് പറയുന്നത് സ്ഥിരമാണ്, പെർമനന്റ് ആണ് അതിന്റെ അർത്ഥം.
കാലാകാലമുണ്ട്, വർഷം മുഴുവനുണ്ട്. 2 അർദ്ധഗോളത്തിലും, 2 ബോത്ത് ദ ഹെമിസ്ഫിയർ സെയിം ഡയറക്ഷൻ ത്രൂ ഔട്ട് ദ ഇയർ എന്നാണ് ഇതിന്റെ അർത്ഥം. അതിൽ പെട്ടെന്നാണ് ട്രേഡ് വിൻഡ്, വെസ്റ്റേർലിസ്, ഈസ്റ്റേർലിസ്. വാണിജ്യവാദം, പശ്ചിമവാദം, ധ്രുവീയവാദം. രണ്ടാമത്തെ കാലികവാദം സീസണലാണ്, പീരിയോഡിക് വിൻഡ് ആണ്. അതിന്റെ അർത്ഥം പീരിയഡിനനുസരിച്ച്, സീസൺ അനുസരിച്ചാണ്. ഡ്യൂ ടു ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ, എന്നും ഉണ്ടാവില്ല, എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവുള്ളൂ, സീസൺ അനുസരിച്ച്. അതിൽ പെട്ടതാണ് മൺസൂൺ വിൻഡ്. എപ്പോഴും നമുക്ക് മൺസൂൺ വിൻഡ് കിട്ടൂലേ? കിട്ടുമോ? ഇല്ല, ചില കാലത്തേ കിട്ടുള്ളൂ. അപ്പൊ അതിൽ പെട്ടതാണ് ഒന്ന് മൺസൂൺ. സീ ബ്രീസും ലാൻഡ് ബ്രീസും, കടൽക്കാറ്റും കരക്കാറ്റും എപ്പോഴും ഉണ്ടാവുമോ? ഇല്ല, അത് രാത്രിയും പകലുമായിട്ട് ഉണ്ടാവും. രാത്രി ഉണ്ടാവും, പകലുണ്ടാവും, അങ്ങനെ അനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവും, എപ്പോഴും കിട്ടില്ല. മൗണ്ടൻ ബ്രീസ്, പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും എല്ലാ സമയത്തും ഉണ്ടാവില്ല, അതിനനുസരിച്ചിട്ട് ചില പീരീഡുകൾക്ക് അനുസരിച്ചിട്ടാണ് കിട്ടുക. മറ്റൊന്ന് അസ്ഥിരം. സ്ഥിരല്ല, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സ്ഥിരല്ല, എപ്പോഴെങ്കിലും. അറ്റ്മോസ്ഫിയറിക്കിന്റെ ചില കണ്ടീഷൻസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് വരുമ്പോൾ അതാത് സ്ഥലങ്ങളിൽ മാത്രം, കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം കുറച്ച കാലത്തേക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു വിൻഡാണ് അസ്ഥിരവാദങ്ങൾ. അതിൽ പെട്ടതാണ് സൈക്ലോൺ ആൻഡ് ആന്റി സൈക്ലോൺ, ചക്രവാതങ്ങളും പ്രതിചക്രവാതങ്ങളും. ചക്രവാതം നമ്മൾ കേട്ടിട്ടുണ്ട്, ചുഴലിക്കാറ്റ്, ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം, അങ്ങനെ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ സൈക്ലോൺ ആൻഡ് ആന്റി സൈക്ലോൺ. ഇനി പ്രാദേശികവാദം എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ലോക്കൽസ്, അത് ലോക്കൽസ് ആയിട്ട് ഉണ്ടാവുന്ന, അതായത് ലോക്കൽ വിൻഡ്, ദീസ് വിൻഡ്സ് ആർ ബ്ലോയിങ് ഓൺലി സ്മോളർ ലൊക്കാലിറ്റി ഡ്യൂ ടു ദ ലോക്കൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ. പ്രാദേശികമായിട്ടുണ്ടാവുന്ന അതാത് കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രം രൂപം കൊള്ളുന്ന കാറ്റുകളെ വിളിക്കുന്ന പേരാണ് ലോക്കൽ വിൻഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് ചിനൂക്ക്, അമേരിക്കയിലുള്ളതാണ്. ഫൺ, യൂറോപ്പിലുള്ളതാണ്. ഹാർമട്ടൻ, ആഫ്രിക്കയിലുള്ളതാണ്. ലൂ, ഇന്ത്യയിലുള്ളതാണ്. മാംഗോ ഷവർ, കാൽബൈഷാഖ്, ഇത് 3ഉം ഇന്ത്യയിൽ ഉള്ളതാണ്. ഇതാണ് വിവിധ തരം കാറ്റുകൾ. അപ്പം വിവിധ തരം കാറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫ്ലോ ചാർട്ട് നിങ്ങളുടെ ബുക്കിൽ ടെസ്റ്റിലെ ലാസ്റ്റ് പേജിൽ ഉണ്ടാവും, അതൊന്ന് നോക്കി ഇരുന്ന് ഫില്ല് ചെയ്യുക. ഇനി ട്രേഡ് വിൻഡ് തന്നെ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റ് ട്രേഡ് വിൻഡും സൗത്ത് വെസ്റ്റ് അല്ല, സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്, അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൺസൂൺ 2ആയിട്ടുണ്ട്, സൗത്ത് വെസ്റ്റ് മൺസൂൺ ഉണ്ട്, അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, വടക്ക് കിഴക്കൻ മൺസൂൺ, വടക്ക് കിഴക്കൻ വാണിജ്യവാദം, തെക്ക് കിഴക്കൻ വാണിജ്യവാദം. ഇങ്ങനെയൊക്കെ ഈ 2 രീതിയിലും ഇതിന് ഡിവിഷൻസ് ഉണ്ട്. ഇതാണ് നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ഉള്ളത്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, ഇതിന് ഓരോന്നിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് പ്ലാനറ്ററി വിൻഡ്, സ്ഥിരവാദത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് നിങ്ങളുടെയൊക്കെ മൈൻഡിൽ മനസ്സിലുണ്ട്, ആഗോള മർദ്ദ മേഖലകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്, ആ ഫിഗർ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈസി ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബോളാർ ലോ പ്രഷർ ബെൽറ്റ് ആൻഡ് പോളാർ ഹൈ പ്രഷർ, ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഈ രീതിയിലാണ് നമ്മൾ അതിനെ തരംതിരിച്ചിട്ടുള്ളത്. അപ്പം അത് പ്രത്യേകം ഓർത്തു വെക്കുക. അപ്പം സ്ഥിരവാദം, പ്ലാനറ്ററി വിൻഡ്, പെർമനന്റ് വിൻഡ്. ദീസ് വിൻഡ്സ് ആർ ബ്ലോയിങ് ബോത്ത് ദ ഹെമിസ്ഫിയർ സെയിം ഡയറക്ഷൻ ത്രൂ ഔട്ട് ദ ഇയർ. വർഷം മുഴുവനും യാതൊരു മർദ്ദ വ്യത്യാസവും കൂടാതെ സ്ഥിരമായിട്ട് വീശുന്ന കാറ്റിന്റെ പേരാണ്, നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ഥിരവാദം, പ്ലാനറ്ററി വിൻഡ്. ടൈപ്സ് ട്രേഡ് വിൻഡ്, വെസ്റ്റേർലിസ്, ഈസ്റ്റേർലിസ്. നോക്കുക, ഒന്നാമത് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ട്രേഡ് വിൻഡ്. ട്രേഡ് വിൻഡ് ശ്രദ്ധിക്കാം, ഏതാണെന്ന് നോക്കാം. വൺ ഈസ് ട്രേഡ് വിൻഡ്. ദീസ് വിൻഡ്സ് ആർ ബ്ലോയിങ് ഫ്രം നോക്കുക 30 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്തിൽ നിന്നും ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്ന കാറ്റാണ് ഈ ട്രേഡ് വിൻഡ്, വാണിജ്യവാദം. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റാണ് വാണിജ്യവാദം. നോക്കാം, ഇത് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്, ഇത് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. ട്രേഡ് വിൻഡ് നോക്കാം, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും
ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റാണ് വാണിജ്യവാദം, ട്രേഡ് വിൻഡ്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്ന കാറ്റാണ് ട്രേഡ് വിൻഡ്, വാണിജ്യവാദം. ഇത് എന്താ ഇതിനെ നോർത്ത് ഈസ്റ്റ് എന്ന് വിളിക്കാനുള്ള കാരണം? അതിന്റെ ഡയറക്ഷൻ നോർത്ത് ഈസ്റ്റ് എന്നാണ്, വടക്ക് കിഴക്ക് എന്നാണ്. അതുകൊണ്ടാണ് ഇതിനെ വടക്ക് കിഴക്കൻ വാണിജ്യവാദം എന്നും. ഇതിന്റെ എന്താ തെക്ക് കിഴക്കൻ എന്ന് വിളിക്കാൻ കാരണം, സൗത്ത് ഈസ്റ്റ് എന്ന് വിളിക്കാൻ കാരണം, ഈ കാറ്റിന്റെ ഡയറക്ഷൻ, അതിന്റെ ദിശ സൗത്ത് ഈസ്റ്റ് എന്നാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, കാറ്റിന് പേര് കൊടുക്കൽ എങ്ങനെ, എവിടെ നിന്നാണ് വീശുന്നതനുസരിച്ചിട്ടാണ്. ഇത് സൗത്ത് ഈസ്റ്റ് എന്നാണ് ഈ കാറ്റ് വീശുന്നത്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്ന പേരിലാണ് ഇത് അനുഭവപ്പെടുന്നത്, സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. അപ്പം നോക്കുക, കാറ്റിന്റെ പേര്, ദിശ വരുന്നത് എവിടെ നിന്നാണോ അതിന്റെ ഡയറക്ഷൻ, അതിനനുസരിച്ചിട്ടാണ് കാറ്റിന് പേര് കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. സബ് ട്രോപ്പിക്കൽ നിന്നും ഇക്വിറ്റോറിയൽ റീജിയൻസിലേക്ക്, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഭൂമധ്യരേഖ, ഇതങ്ങ് ബേസിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കണേ. എച്ച് നിന്ന് എല്ലിലേക്ക്, ഹൈ പ്രഷർ ടു ലോ പ്രഷർ, ഹൈ പ്രഷർ ടു ലോ പ്രഷർ, കാറ്റ് അങ്ങനെ വീശു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട സംഗതി. കാറ്റ് അങ്ങനെ വീശു. എന്താ ഡയറക്ഷൻ അങ്ങനെ കൊടുക്കാൻ കാരണം? ഇവിടെ എച്ച് ആണ്, എല്ലാണ്. എച്ചിൽ നിന്നും എല്ലിലേക്ക് മാത്രമേ കാറ്റ് വീശു, ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് മാത്രമേ കാറ്റ് വീശു എന്നുള്ളതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് ഈ മേഖലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ITCZ, ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജന്റ് സോൺ. രണ്ട് ട്രോപ്പിക്കൽ വിൻഡും കൂടി, രണ്ട് ട്രോപ്പിക്കൽ, നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും കൂടി രണ്ടും കൂടി കൂടിച്ചേരുന്ന റീജിയനാണ് ITCZ, ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജന്റ് സോൺ. രണ്ട് ഉഷ്ണവാതങ്ങളുടെ സംഗമ കേന്ദ്രം എന്നാണ് നമ്മളിതിനെ വിളിക്കുന്നത്. ഈ രണ്ട് ട്രേഡ് വിൻഡും കൂടി, നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും കൂടി രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന ഈ സ്ഥലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജന്റ് സോൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടതാണ് വെസ്റ്റേർലിസ്, പശ്ചിമവാദം. അതിന്റെ പ്രത്യേകത നോക്കാം. നോക്കാം, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും സബോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് നീങ്ങുന്ന 30 ഡിഗ്രി നോർത്തിൽ നിന്നും 60 ഡിഗ്രി നോർത്തിലേക്ക്, അല്ലെങ്കിൽ 30 ഡിഗ്രി സൗത്തിൽ നിന്നും 60 ഡിഗ്രി സൗത്തിലേക്ക് വീശുന്ന കാറ്റാണ് വെസ്റ്റേർലിസ്, പശ്ചിമവാദം. എന്താ ഇതിനെ വിളിക്കാനുള്ള കാരണം? ദ ഡയറക്ഷൻ വെസ്റ്റേർലിസ് ആണ്. വെസ്റ്റേർലിസ്, പശ്ചിമവാദം. നോക്കുക, പശ്ചിമവാദം എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ ചോദിക്കാണ് അതിന്റെ ഡയറക്ഷൻ വെസ്റ്റേൺ സൈഡിൽ നിന്നാണ്, പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് ഈ കാറ്റ് വീശുന്നത്, അതുകൊണ്ടാണ് അതിനെ വെസ്റ്റേർലിസ്. കാറ്റിന് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ട് പേര് കൊടുക്കുന്നത് എവിടെ നിന്നാണ് വീശുന്നതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ സബ് ട്രോപ്പിക്കൽ റീജിയനിൽ നിന്നും, അപ്പോൾ ഒരാൾ ചോദിക്കും എന്താ ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങനെ ആവാനുള്ള കാരണം? എച്ചിൽ നിന്നും എല്ലിലേക്ക്. ഇവിടെ നോക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ഒരിക്കലും ഇവിടേക്ക് കാറ്റ് വീശൂല, ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും മാത്രമേ കാറ്റ് വീശുള്ളൂ. എച്ചിൽ നിന്ന് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക്, ഉയർന്ന മർദ്ദത്തിൽ നിന്നും താഴ്ന്ന മർദ്ദത്തിലേക്ക് മാത്രമേ കാറ്റ് വീശൂ. വെസ്റ്റേർലിസ്. വെസ്റ്റേർലിസിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, വെസ്റ്റേർലിസ് നോർത്തേൺ ഹെമിസ്ഫിയറിനെ അപേക്ഷിച്ച് സദേൺ ഹെമിസ്ഫിയറിൽ വെസ്റ്റേർലിസ് ഭയങ്കര സ്ട്രോങ് ആണ്. Comparing to northern hemisphere, in southern hemisphere, the velocity of westerlies, the speed of the westerlies, very strong in southern hemisphere. ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ സദേൺ ഹെമിസ്ഫിയറിലെ പശ്ചിമവാദങ്ങളുടെ വെസ്റ്റേർലിസിന്റെ ശക്തിയും പ്രാപ്തിയും വളരെ കൂടുതലാണ്. എന്താ ഇതിന്റെ കാരണം? നമുക്കറിയാം, നോർത്തേൺ ഹെമിസ്ഫിയറിൽ കൂടുതലും ലാൻഡ് ഏരിയയാണ്, കരഭാഗമാണുള്ളത്. എന്നാൽ സദേൺ ഹെമിസ്ഫിയറിൽ കൂടുതലും കടൽ ഭാഗമാണുള്ളത്, കടലാണുള്ളത്. അപ്പൊ കടൽ ഉണ്ടാകുമ്പോൾ പ്രത്യേകം വെച്ചിട്ടാണെങ്കിൽ നിരപ്പായിരിക്കും. കരയാണെങ്കിൽ ഏറ്റക്കുത്തനെ കുറേ സ്ഥലങ്ങളുണ്ടായിരിക്കും. അപ്പോൾ കരയാവുമ്പോൾ ഇവിടെ കടലാവുമ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ കൂടുതലും ദക്ഷിണാർദ്ധ കൂടുതൽ കടലാവുന്നതോട് കൂടി നിരപ്പായ പ്രദേശമാണ്. അവിടെ ഘർഷണബലം വളരെ കുറവേക്കാരം. അവിടെ വിൻഡിന്റെ വെലോസിറ്റി വളരെ കൂടുതലേക്കാരം. കാറ്റിന്റെ സ്പീഡ് വളരെ കൂടുതലേക്ക്, ശക്തമായ കാറ്റായിരിക്കും ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഉണ്ടാവുക. വെസ്റ്റേർലിസ് സ്ട്രോങ് ആണ്.
എന്നാൽ ഇവിടെ അത്ര ശക്തി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കപ്പൽ യാത്രക്കാർ ഇവിടെ വിളിക്കുന്ന പേര് ഈ ഇടയിൽ, അതായത് 30-നും 40 ഡിഗ്രി, അതിൽ 40 ഡിഗ്രി സൗത്ത്, 50 ഡിഗ്രി സൗത്ത്, 60 ഡിഗ്രി സൗത്ത്, റോറിംഗ് 40s, furious 50s, and shrieking അതായത് ഇംഗ്ലീഷ് നോക്കണം, അതിൽ ബുക്കിലുണ്ട് കറക്റ്റായിട്ട്. അതിൽ സ്പെല്ലിങ്ങിലൊക്കെ അതേമാതിരി തന്നെ ആൾക്കാർ വിളിക്കുന്നതിനനുസരിച്ചിട്ട് അതിനെ യൂറോപ്യൻസ് വിളിക്കുന്ന പേരാണ്. അത് ശക്തമായ കാറ്റ് നോർത്തേൺ ഹെമിസ്ഫിയറിനെ അപേക്ഷിച്ച് സദേൺ ഹെമിസ്ഫിയറിലൂടെ കപ്പൽ യാത്രക്കാർ പോകുമ്പോൾ വെസ്റ്റേർലിസ് പശ്ചിമവാദത്തിൻ്റെ ശക്തിയും വ്യാപ്തിയും വളരെ കൂടുതലാണ്. 40 ഡിഗ്രി സൗത്തിന്, 40 ഡിഗ്രി സൗത്തിന് അവർ വിളിക്കുന്ന, കപ്പൽ യാത്രക്കാർ വിളിക്കുന്ന റോറിംഗ് 40s, 50 ഡിഗ്രി ഫ്യൂരിയസ് 50s, ആൻഡ് 60 ഡിഗ്രി സ്ട്രീക്കിംഗ് 60s. അത് അത്രയും സ്ട്രോങ് കാറ്റുകൾ അങ്ങനെ പോണതിന് അവർ വിളിക്കുന്ന പേരാണ്. ആ ഒരു ഭീകരമായ അവസ്ഥയെ കുറിച്ചിട്ടാണ് അവരവിടെ വർണ്ണിക്കുന്നത്. റോറിംഗ് 40s, ഫ്യൂരിയസ് 50s ആൻഡ് സ്ട്രിങ്കിങ് 60s എന്ന പേരിലാണ് അവർ അനുഭവപ്പെടുന്നത്. ഇതാണ് വെസ്റ്റേർലിസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്തതാണ് ഈസ്റ്റേർലിസ്. ഈസ്റ്റേർലിസ് നമുക്കറിയാം പോളാർ വിൻഡ്, ധ്രുവീയവാദം എന്ന പേരിൽ അറിയപ്പെടുന്നു. സ്വാഭാവികമായിട്ട് നിങ്ങളെ മൈൻഡിൽ തന്നെ പറയും എങ്ങനെയാണ് വരുന്നത്, നേരെ തിരിച്ച്. ഇതെന്താ ഡയറക്ഷൻ ഇങ്ങനെ വരാനുള്ള കാരണം? ഇവിടെ H ആണ്, ഇവിടെ L ആണ്. കാറ്റ് വീശ ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്കാണ്. നമ്മളിവിടെ പറയുക 90 ഡിഗ്രി നോർത്തിൽ നിന്നും 90 ഡിഗ്രിയിൽ നിന്നും 60 ഡിഗ്രിയിലേക്ക് വീശുന്ന കാറ്റാണ് ധ്രുവീയവാദം, ഈസ്റ്റേർലിസ്. പിന്നെ പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും സബോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്ന കാറ്റാണ് ഈസ്റ്റേർലിസ് ഓർ പോളാർ വിൻഡ്. ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റാണ് പോളാർ വിൻഡ്, ധ്രുവീയവാദം അല്ലെങ്കിൽ പൂർവ്വവാദം. ഇതിന് പൂർവ്വം എന്ന് വിളിക്കാൻ കാരണം, ഇത് ഈസ്റ്റേർലിസ് എന്ന് വിളിക്കാൻ കാരണം ഈസ്റ്റ് എന്ന് വരുന്നതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ പോളാർ വിൻഡ് എന്ന് ധ്രുവീയവാദം എന്ന് വിളിക്കാൻ കാരണം ധ്രുവത്തിൽ നിന്ന് വീശുന്നതുകൊണ്ടാണ് ഈ കാറ്റിന് അങ്ങനെ പേര് വരാനുള്ള കാരണം. നല്ല കോൾഡ് ആയിട്ടുള്ള വിൻഡും കൂടിയാണ് ഈ കാറ്റ് എന്നതും കൂടി പ്രത്യേകം മനസ്സിലാക്കുക. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പൊതുവെ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുള്ള ഒരു ചാപ്റ്ററും ഭാഗങ്ങളും കൂടിയാണ് ഈ പ്ലാനറ്ററി വിൻഡ്, ഗ്ലോബൽ വിൻഡ്, സ്ഥിരവാദത്തെ കുറിച്ച് എഴുതുക, പിക്ചർ വരക്കുക എന്ന് പറയും. പ്രധാനമായിട്ടും 3 കാറ്റുകളാണുള്ളത്: വാണിജ്യവാദം, വെസ്റ്റേർലിസ് വാണിജ്യവാദം, അതുപോലെ തന്നെ പശ്ചിമവാദം, പൂർവ്വവാദം. പോളാർ വിൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഈ കാര്യം ഇതിനെ നോർത്ത് ഈസ്റ്റ് എന്ന് വിളിക്കുന്നു, ഇതിനെ സൗത്ത് ഈസ്റ്റ്. ഒരാൾ ചോദിക്കുക എന്താ അങ്ങനെ വിളിക്കാൻ കാരണം? അത് അവിടുന്ന് വീശുന്നതുകൊണ്ടാണ്. വെസ്റ്റേർലിസ് എന്താ വെസ്റ്റേർലിസ് വിളിക്കാൻ കാരണം? വെസ്റ്റ് എന്ന് വീശുന്നതുകൊണ്ടാണ്. ഈസ്റ്റേർലിസ് ഈസ്റ്റേർലിസ് എന്താ ഈസ്റ്റേർലിസ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഈസ്റ്റ് എന്ന് വീശുന്നതുകൊണ്ടാണ്. So the name of wind always blowing from high pressure to low pressure. നോക്കുക, ഒക്കെ ഹൈ പ്രഷർ ടു ലോ പ്രഷർ, ഉയർന്ന മർദ്ദത്തിൽ നിന്നും താഴ്ന്ന മർദ്ദത്തിലേക്കാണ് കാറ്റ് വീശുക. കാറ്റ് അങ്ങനെ വീശു എന്നുള്ളതാണ് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ദ നെയിം ഓഫ് ദ വിൻഡ് ഈസ് ഗിവൺ ഓൺ ദ ബേസിസ് ഓഫ് ഒറിജിൻ. കാറ്റിന് പേര് കൊടുക്കുന്നത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന അടിസ്ഥാനത്തിലാണ് കാറ്റിന് പേര് കൊടുക്കുന്നത് എന്നും കൂടി പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.